ഇതെന്താ സംഭവം എന്നറിയാം? AGI and ASI, അതായത് മെഷീൻസ് നമ്മളെക്കാട്ടിലും ബുദ്ധിമാനായിക്കൊണ്ടിരിക്കുകയാണ് ദിവസം. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ, അതും സ്പെഷ്യലി കൊറോണയുടെ ശേഷം, നിങ്ങൾ ഏത് സ്കൂളിൽ പോയാലും ശരി, ടീച്ചേഴ്സിനോട് ചോദിച്ചാലും ശരി, നിങ്ങൾക്കറിയാം കുട്ടികൾക്കുള്ള ഇൻട്രസ്റ്റ് ഇല്ല എഡ്യൂക്കേഷനിൽ. കുട്ടികൾക്ക് വായിക്കാൻ എഴുതാനുള്ള സ്കിൽസ് ഒന്നും ഇപ്പോൾ വേണ്ടി ഒന്നും ആവശ്യമില്ല ഇന്നും തന്നെ. പക്ഷേ മെജോറിറ്റി ഓഫ് ദി സ്കൂൾസ് തുടങ്ങുന്നത് ABCD, A for അതേ തന്നെ, ആപ്പിൾ ചേഞ്ച് ആയിട്ടേ ഇല്ല. മെഷീൻസ് ചേഞ്ച് ആയി. ഒരാളും തന്നെ നമ്മൾ സാധാരണ ഫോൺ വെച്ചിട്ടുണ്ടാവില്ല, എല്ലാം സ്മാർട്ട് ഫോൺസ് ആയി. ഈ സ്മാർട്ട് ഫോൺസിൽ തന്നെ അഡ്വാൻസ്ഡ് മെഷീൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ChatGPT വന്നു അല്ലേ? ആ ChatGPT ഉപയോഗിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഒന്നോ രണ്ടോ? ഈ ChatGPT 2022 വന്ന് 3 വർഷമായിട്ടുള്ളൂ. ChatGPTന്റെ ലേറ്റസ്റ്റ് മോഡൽ ലാസ്റ്റ് മന്ത് റിലീസായി. ഈ റിലീസായ സിറ്റുവേഷനിൽ 95% അക്യൂറസിയിൽ ഏത് തൊഴിലും അത് എടുക്കാനുള്ള സാധ്യത ആയി കഴിഞ്ഞു. അതായത് ഡിസൈൻ ഫീൽഡ്, ഇപ്പൊ സാറ് പറഞ്ഞു ക്രിയേറ്റിവിറ്റി, നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വേണം. ഒരാളും ക്രിയേറ്റീവ് ആവേണ്ട ആവശ്യമില്ല. മെഷീൻസ് വളരെ അഡ്വാൻസ് ആയിട്ട് ക്രിയേറ്റീവ്. നമുക്ക് ഒരു ലെറ്റർ ChatGPT-യിൽ നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ഏത് ലാംഗ്വേജ് ഒന്നും അറിയില്ല, വെറുതെ നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, പക്കാവായിട്ട് ഒരു ലെറ്റർ തരും. അത്ര ഇന്റലിജന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആലോചിച്ചപ്പോൾ നമ്മുടെ പാരന്റ്സിന്റെ സ്ഥിതി, ഒരു കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടിയെ വളർത്തെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ്. ആ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ ഏറ്റെടുക്കുന്നു. കുട്ടിക്ക് ജനിച്ചത് തൊട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. പാല് കൊടുക്കുന്ന തൊട്ട് കുട്ടിയുടെ വളർച്ച, ആ കുട്ടി ജനിച്ച ഒരു 3rd മന്തിൽ ടേണിംഗ് അപ്സൈഡ് ഡൗൺ, പിന്നെ സ്ക്രോളിംഗ്, 9th മന്തിൽ സിറ്റിംഗ്, സ്റ്റാൻഡിങ്, ഇതെല്ലാം മൈൽ സ്റ്റോൺസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ എന്റെ കുട്ടി നോക്ക് ഫിസിക്കലായിട്ട് അത്ര ഡെവലപ്പ് ആവുന്നത്, ഫിസിക്കലായിട്ട് വളർന്നതെല്ലാം അളക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ മെന്റൽ എബിലിറ്റീസോ? പാരന്റ്സിന് ഒരു കോഴ്സ് ഇല്ല പാരന്റ് ആവാൻ വേണ്ടിയിട്ട്. പാരന്റ്സിന് അറിയില്ല എങ്ങനെ കുട്ടീനെ വളർത്തെടുക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മള് ഇന്റലക്ച്വൽ, ആ മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ അയ്യോ അത് നമ്മളെ കൊണ്ടാവില്ല. ഈ കുട്ടികളെ നമ്മളെ കൊണ്ട് മെന്റൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സ്കൂളിൽ പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റി സെന്ററിൽ പോ, ഡാൻസ്, ഭരതനാട്യം, കരാട്ടെ, എന്ത് വേണമെങ്കിൽ പഠിച്ചോ, രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ബിസി ആയിക്കോ, എന്നിട്ട് വാ. പക്ഷെ ഇന്ന് സ്കൂൾസ് കൊറോണയുടെ ശേഷം വളരെ മാറിക്കഴിഞ്ഞു. ഡേഞ്ചറാണ്. ഒരു ടീച്ചറിന്റെ മേലെ കുട്ടികൾക്ക് റെസ്പെക്ട് ഇല്ല. ഒരു ടീച്ചറിന്റെ മേലെ പഠിപ്പിച്ചു തന്നെ താല്പര്യമില്ല. ഇന്ന് എന്തിനും പഠിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഇന്ന് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ChatGPT ആയാലും ശരി, എന്തായാലും ശരി, ടൈപ്പ് ചെയ്താൽ മാത്രം എല്ലാം കിട്ടും, ഫ്രീ. അപ്പൊ എന്തിനും പഠിക്കാൻ പോകണം? പഠിച്ചിട്ട് വരുന്നത് എന്തിനും മാർക്ക് ട്രോഫീസ് എല്ലാം വേസ്റ്റ് ആവാൻ പോകുന്നത്, സർട്ടിഫിക്കറ്റ് വേസ്റ്റ് ആവാൻ പോകുന്നത്. ഒരു മെഷീൻ വന്നിട്ട് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യും. നിങ്ങൾക്ക് എത്ര ഇന്റലിജൻസ് ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങളെ ഏത് റോള്. ഒരു ജോലിയും മുമ്പിലെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ജോലി കിട്ടും. ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഒരു ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ജോലി, ഒരു റോബോ വന്നു കഴിഞ്ഞു. ഫിസിക്കൽ എഫേർട്ട് എടുക്കുന്നത് റോബോ വന്നു കഴിഞ്ഞു. ടെലികോളിംഗ് വരെ, ടെലികോളിംഗ് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വരെ മെഷീൻസ് റെഡി ആയി കഴിഞ്ഞു, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പൊ ഇന്നത്തെ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യാൻ പറ്റുക? കുട്ടികളുടെ ഇന്റലക്ച്വൽ എബിലിറ്റീസ് മെഷർ ചെയ്ത് അളന്നെടുത്ത്, അതായത് ഫിസിക്കലായിട്ട് ഒരു കുട്ടിയുടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ലാബ് പോയി ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കും. ഉള്ളിലെ ഹെൽത്ത് ഓർഗൻസ്, ഫങ്ഷണൽ എബിലിറ്റീസ് എല്ലാം കാണാൻ പറ്റും അല്ലേ? ഹാർട്ട് ശരിക്കുണ്ടോ, ECG, ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് വൈറ്റൽ ഓർഗൻസ് എല്ലാം, ഈ കിഡ്നി നന്നായിട്ടുണ്ടോ, എല്ലാം നമുക്കറിയാം. എല്ലാം നമ്പറാണ്. പക്ഷെ ഈ കുട്ടിയുടെ ഇന്റലക്ച്വൽ എബിലിറ്റി നമ്പറാണോ? ഇല്ല. അവിടെയാ പ്രശ്നം വരുന്നത്. അപ്പൊ ഇന്ന് ഒരു സയന്റിഫിക് ആയിട്ട് ഒരു സപ്പോർട്ട് മെക്കാനിസമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് ഈ ബ്രെയിൻ മാറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം, ബ്രെയിൻ റിയലി മാറ്റേഴ്സ്, അതാണ് ആ പേര്, ബ്രെയിൻ മാറ്റേഴ്സ്.
ഇന്നത്തെ ബ്രെയിന് വളരെ ആവശ്യമാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് 21 വയസ്സ് വരെ നടക്കുന്നുണ്ട്. മെന്റൽ ഡെവലപ്മെന്റ് 13 വയസ്സ് മാക്സിമം ക്ലോസ് ആവും വിൻഡോ പീരീഡ്. അതിനുശേഷം ഹോർമോണൽ ഹൈജാക്ക് വന്നിട്ട് കുട്ടികളുടെ ഫാന്റസി വേൾഡിലാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് പ്രീ KG 3 വയസ്സ് തൊട്ട് 13 വയസ്സുള്ള കുട്ടികൾക്ക് കുട്ടിയുടെ ഇന്റലക്ച്വൽ കഴിവ് എന്താണെന്ന് സയന്റിഫിക് ആയിട്ട് തിരിച്ചറിയാന് റിപ്പോർട്ട്. അപ്പോൾ ഒരു കുട്ടി വന്ന് നമ്മുടെ സെന്ററിൽ വന്നാൽ ആ കുട്ടിക്ക് സയന്റിഫിക് ആയിട്ട് പാരന്റ്സ് മൂലമായിട്ടാണ് ഈ സയന്റിഫിക് റിപ്പോർട്ട് നമ്മൾ എടുക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയാണ് അതർവൈസ് അറിയാം? കുട്ടിയുടെ പാരന്റ്സ് വഴി ഞങ്ങൾ ഈ റിപ്പോർട്ട് എടുക്കും. ഈ കുട്ടിയുടെ കഴിവിനനുസരിച്ച് ഇപ്പൊ പറഞ്ഞല്ലേ, ആ കുട്ടിക്ക് എന്ത് ഇഷ്ടമാണ്, ഈ കുട്ടിക്ക് എന്ത് ഇഷ്ടമാണ്, ഓരോ കുട്ടിയും ഓരോരോ യുണീക്ക് ക്രീച്ചറാണ്. അപ്പൊ ആ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച്, സ്ട്രെങ്തിനനുസരിച്ച്, ടാലന്റിനനുസരിച്ച്, എബിലിറ്റീസിനനുസരിച്ച് നമ്മൾ മെഷർ ചെയ്ത് ആക്ടിവിറ്റീസ് കൊടുക്കുവാണ്. ഈ ആക്ടിവിറ്റീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവമേ അല്ല, മതി പഠിപ്പിച്ചു കൊടുക്കേണ്ട എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല, ഒന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നില്ല. കുട്ടികൾ വെറും 1 മണിക്കൂർ മാത്രം ഒരാഴ്ചയിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും സയന്റിഫിക് ആയിട്ട്. ആദ്യം മെഷർമെന്റ്, പിന്നെ ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് എവറി മന്ത് ആഴ്ചയിൽ ഒരു ക്ലാസ് കൂടെ ചെയ്യുമ്പോൾ 3 to 6 months ബെറ്റർ ആവുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുണ്ട്. കാരണം ബ്രെയിൻ അല്ല, അൺഫോർച്ചുനേറ്റ് ആണ്. നമുക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, പെയിൻ ഉണ്ടെങ്കിൽ മരുന്ന് വാങ്ങിച്ച് ശരിക്കും ചെയ്യാൻ പറ്റും. മെന്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ലാസ്റ്റ് മിനിറ്റിലാണ് അറിയാം പ്രശ്നങ്ങൾ ഉണ്ട്. ഇന്ന് എല്ലാ കുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, കുറേ സംഭവങ്ങൾ, ഓട്ടിസം, ഡിജിറ്റൽ ഓട്ടിസം, കുറേ സംഭവങ്ങളുണ്ട്. ഒരു 30 കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ 15+20 കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് സപ്പോർട്ട് വേണം. അൺഫോർച്ചുനേറ്റ്ലി സ്കൂളിൽ നമ്മൾ 30 കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓരോരോ കുട്ടിക്കും 45 നിമിഷത്തിൽ സ്പെസിഫിക് ആയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം. ബ്രെയിൻ മാറ്റേഴ്സ്. ഇവിടെ വന്നിട്ട് ഒരു കുട്ടിക്ക് മാക്സിമം 5 കുട്ടികൾ മാത്രമാണ് ഒരു പർട്ടിക്കുലർ ടീച്ചർ ഫെസിലിറ്റേറ്റർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. 5 കുട്ടികൾ, 1-to-1 ഇന്ററാക്ഷൻ. പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, കുട്ടികളെ ആക്ടിവിറ്റീസിൽ ഇമർഷൻ ചെയ്യാം. എങ്ങനെ നമ്മൾ ഒന്ന് ലാംഗ്വേജ് പഠിക്കുന്നു, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒന്ന് ഇറ്റാലിയനോ ഫ്രഞ്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആ ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യുള്ളൂ. അതുപോലെ ആ കുട്ടിക്കുള്ള നാച്ചുറൽ എബിലിറ്റീസ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തന്നെത്താൻ ആ കുട്ടി അക്വയർ ചെയ്യും. പക്ഷേ അതിന് സമയം വേണം. വിച്ച് മീൻസ് 1 മാസം 2 മാസം അല്ല, മിനിമം 2-3 years ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ പാരന്റ്സിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ കുട്ടിയുടെ കഴിവ് എന്താ, ആ കുട്ടിയുടെ സ്പെഷ്യൽ ടാലന്റ് എന്താ, ആ സ്പെഷ്യൽ ടാലന്റിന് വേണ്ടി ഞാൻ എന്ത് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. സ്കൂൾ മാത്രമല്ലാതെ എക്സ്ട്രാ കരിക്കുലർ അല്ലാണ്ട് ആ സ്പെഷ്യൽ ടാലന്റിനെ ബിൽഡ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ഞാൻ ഒന്ന് പറയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറൽ ഇന്റലിജൻസ് ആയി, പിന്നെ സൂപ്പർ ഇന്റലിജൻസ് ആയാല് ഈ ഇന്റലിജൻസിനെ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവരും ഇന്റലിജന്റ് ആയേ പറ്റൂ. വേറെ വഴിയേ ഇല്ല. എല്ലാവരും തന്നെ നമ്മൾ ഇന്റലിജന്റ് ആവുന്നു. ഇപ്പൊ GPay ചെയ്യാതെ ഒരാളുണ്ടോ? ഡിജിറ്റൽ ആയിട്ട് മാറുമ്പോ GPay എല്ലാം പെട്ടെന്നൊന്നും ആരും ചെയ്യാൻ പറ്റും. ഓർഡിനറി ഒരു ബേസിക് കടലുള്ളവർ തന്നെ പഠിച്ചു ഡിജിറ്റൽ വേൾഡ്. അതുപോലെ തന്നെ എല്ലാവരും ഇന്ന് ഇന്റലിജൻസ് ആയേ പറ്റൂ. പക്ഷെ ഇന്ന് ഇന്റലിജൻസ് ആവാൻ വെക്കുന്നില്ല. ഈ കോർപ്പറേറ്റ് ഈ മെഷീൻസ് നമ്മൾ ഇന്റലിജന്റ് ആകാൻ വിടുന്നില്ല. എല്ലാം നമുക്ക് കൺവീനിയന്റ് ആയിട്ട് തരുവാന്ന്. ചോദിച്ചാൽ അതിന് ഉത്തരം ചിന്തിക്കേ വേണ്ടതേ. നിങ്ങൾ ChatGPT അടുത്ത് ചോദിക്കുക, ഈ കാലത്തെ കുട്ടികളെ നീ എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യാൻ ചോദിച്ചാൽ ഞാനും ബോംബൊന്നും ചെയ്യില്ല. അവരെ ബോറടിച്ച് ഒന്നും ചെയ്യാണ്ട് വെറുതെ തിരിച്ചിട്ടാണ് ബയോളജിക്കൽ വാറിൽ നടക്കാൻ പോവാൻ. വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇന്ന് കുട്ടികളുടെ ഇന്റലിജൻസ് ബിൽഡ് ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഇപ്പൊ രക്ഷിതാക്കൾക്ക് ഒരു അപേക്ഷ, നിങ്ങൾ ഈ പ്രോഗ്രാം എന്താണെന്ന് ഡീറ്റെയിൽ ഈ വേദിയിൽ ടയേർഡായിട്ട് നിങ്ങളുണ്ടാവും. എല്ലാ സെഷൻസും കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ പോകുന്നത് സൺഡേ ആണ്. കുറേ നിങ്ങൾക്ക് പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ രജിസ്ട്രേഷൻ ഫോമിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, കുട്ടികൾ എന്തെങ്കിലും നമുക്ക് ബെറ്റർ ആക്കണം എന്നുള്ള ഫീൽഡ് ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട്. ഞങ്ങളിപ്പോൾ ഈ ഏരിയയിലെ എല്ലാ സ്കൂൾസും ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾസിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. രാജഗിരിയിൽ ഞങ്ങൾ പൈലറ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഒരു 20-30 സ്കൂൾസിൽ ഈ വർഷം ഞങ്ങൾ തുടങ്ങും. പക്ഷെ അത് സപ്പോർട്ടാണ്. അതിനാൽ കാരണം ബെസ്റ്റ് സപ്പോർട്ടിങ് ഇൻ ദ സെന്റേഴ്സ് ആണ്. 1-on-1 ഇന്റർവെൻഷൻ കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമമാണ്. അതും
സിസ്റ്റർ റോസ് പെട്ടെന്നൊന്നും എല്ലാ സംഭവങ്ങളും എടുക്കുന്ന ആളല്ല. വളരെ റിസർച്ച് ചെയ്ത് വളരെ ചോദ്യങ്ങൾ ചോദിച്ച് പിന്നെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ നടന്നിട്ട് ഇപ്പോൾ ഫുൾ ഫ്ലെഡ്ജ് നമുക്ക് സപ്പോർട്ട് തരുമെന്ന്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാന്ന്. നിങ്ങളെ പാരൻസ് ആയ കുട്ടികളെ ചേർത്ത് വിടുക, പാരൻസ് അല്ലാത്തവർ കുട്ടികളെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുക. ഇത് വൺ ഓഫ് എ കൈൻഡ് പ്രോഗ്രാമാണ്, എവിടെയുമില്ല, കേരളത്തിൽ ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്യാൻ. കുറെ ആൾക്കാർ സൈക്കോമെട്രി മൈൻഡ് ചെയ്യുക, അത് ചെയ്യാതെ ചെയ്യാൻ പറയാം. നിങ്ങളെല്ലാം തന്നെ സയന്റിഫിക് പ്രൂഫോടെ 16 വർഷ ഗവേഷണത്തിന് ശേഷം കൊണ്ടുവന്ന സംഭവം അത്. സോ നിങ്ങളുടെ സപ്പോർട്ട് വലുതായിട്ട് എക്സ്പെക്ട് ചെയ്യാന്ന്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഈ മനോഹരമായ പരിപാടിക്ക് തിരശ്ശീല വീഴാൻ സമയമായിരിക്കുന്നു. നന്ദി പ്രകാശനത്തിനായി മിസ് സോണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, നമുക്ക് നന്ദി പ്രകാശനത്തിന് ശേഷം കാണാം. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ സൺഡേയിൽ ഇത്രയും പാരൻസ് ഇവിടെ വരുന്നു. ഞാനും ഒരു മദറാണ്. അപ്പോൾ ഞാനും ഈ സൺഡേയിലെല്ലാം ഭയങ്കര ബിസി ആവാനാണ് സാധ്യത മിക്ക ടൈമിലും. പക്ഷെ ഇത്രയും പേര് നമ്മുടെ കുട്ടികളെ ഓർത്തിട്ട് ഇത്രയും വ്യാകുലപ്പെടുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ഇവിടെയൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ എല്ലാം കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നു, അങ്ങനെയാ. എൻ്റെ മോനെ പഠിപ്പിച്ചപ്പോഴും അങ്ങനെയാണ് എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ഈ കൊറോണയുടെ കാലഘട്ടത്തിന് ശേഷം അവരെല്ലാവരും മൊബൈൽ ഫോണിലൂടെ നോക്കിയിട്ട് മാത്രമാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല. മൊബൈൽ എടുക്കുന്നു, എല്ലാം അതിൽ നിന്ന് സെർച്ച് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോഴാണ് ഇവിടെ വൈദ്യ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോൾ നമ്മളുടെ കേരളത്തിലും ഇത് നല്ലതാണെന്ന് തോന്നി. സത്യം പറഞ്ഞത് ഒരു 16 വർഷത്തെ ഗവേഷണത്തിന് ശേഷമാണ് ഇവരിതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എനിക്കും അത്ഭുതം തോന്നിയത്, കുട്ടികളെ കാണാതെ പഠിപ്പിക്കാതെ അവരുടെ സ്വന്തമായി ചിന്തിച്ച്. ഇപ്പൊ നമ്മുടെ രാജഗിരി സ്കൂളില് ഈ ഒരു വർക്ക് നടന്ന സമയത്ത് ഞാനും പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതെന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ ഇതിൽ ജോയിൻ ചെയ്യണ സമയത്ത് എനിക്ക് എന്താണെന്ന് അറിയണം. ഞാൻ സത്യം പറഞ്ഞ അത്ഭുതപ്പെട്ടു പോയിട്ട് ഒരു 10-20 കുട്ടികളെ നമ്മൾ ആ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് 10 പേരും 10 ടൈപ്പിലാണ് ചിന്തിച്ചതെല്ലാം ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു തരുന്നു, അത് കാണാതെ പഠിക്കുന്നു, എക്സാം എഴുതുന്നു. പക്ഷെ ഈ ഒരു പ്രോഗ്രാം അങ്ങനെയല്ല കേട്ടോ. നമ്മളുടെ കുട്ടികൾക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം കഴിവിനനുസരിച്ചാണ് അവരെല്ലാം ഫില്ല് ചെയ്യണേ. അത് നമ്മൾക്ക് എന്തായാലും നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ എന്താ പറയുക, അവരുടെ ഉറങ്ങിക്കിടക്കുന്ന കുറെ കഴിവുകളുണ്ട്. അത് സ്വന്തമായിട്ട് അവര് തന്നെ ഉയർത്തി എടുക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനും ഈ ഒരു പ്രോഗ്രാമിൽ വന്നു പെട്ടത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മകനെ ഓർത്തിട്ടൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അവരൊന്നും ചിന്തിക്കുന്നില്ല. കാൽക്കുലേറ്റർ എടുക്കുന്നു, അവര് കണക്ക് കാൽക്കുലേറ്ററിൽ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിന്റെ മുന്നിൽ ചെന്നിരിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം അതിൽ നിന്ന് എടുക്കുന്നത്. പക്ഷെ ഒന്നും മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്നില്ല. അത് ഭാവിയിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴും നോക്കിയപ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്കെല്ലാം നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളിവിടെ അവസാനിപ്പിക്കുകയല്ല, ഇത് ഇവിടെ നിന്ന് തുടങ്ങുകയോ ചെയ്യുന്നത്. നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു കോൺസെപ്റ്റ്. അവരെ കൂടി പരിചയപ്പെടുത്തി അവരുടെ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ കഴിവുകളും തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ പാരൻസിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ പേരിൽ നന്ദി, നമസ്കാരം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലാപ്പ് തരുവാട്ടോ. എന്താ വെച്ചാൽ ഇത്രയും പാരൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വന്നൂലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അടുത്തതായി നമ്മളുടെ ഈ ഒരു ബ്രെയിൻ മാറ്റേഴ്സിന്റെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മളുടെ പ്രധാനപ്പെട്ട MLA VD സതീശൻ സാറിനെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. മാത്രമല്ല നമ്മളുടെ റോസ് സിസ്റ്റർ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. സിസ്റ്റർ ഓരോ സ്കൂളിലും ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇത് എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സിസ്റ്ററിന്റെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു
ാണ് കുട്ടികളുടെ ആരും ഒന്നും ചിന്തിക്കാതെ ടീച്ചർ പറയുന്നത് എഴുതുന്നു പിടിക്കുന്നു അത് മാത്രം. പക്ഷെ സിസ്റ്റർ എല്ലാ സ്കൂളിലും നടന്ന് നമ്മളുടെ കുട്ടികളെ ചിന്തിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് നമ്മുടെ സിസ്റ്ററിന് നന്ദി, നമസ്കാരം. എന്താ വെച്ചാൽ അത്ര പോലെ സിസ്റ്റർ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ നന്നായി മനസ്സിലാക്കി. സിസ്റ്ററിന് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ അധ്യക്ഷയായിട്ട് വന്ന ബീന ശശിധരൻ, ആ മേഡത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇത്രയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് വേണ്ടി വന്നതാണ്. ആ മേഡത്തിന് നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ നമ്മളുടെ മുഖ്യ അതിഥിയായ മനോജ് സാറിന് ഞാൻ തന്നെ അതിശയിച്ചു പോയി. സാറിനും ഇത്രയേറെ നമ്മളെയൊക്കെ ബോധവൽക്കരിപ്പിച്ച് ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മൾക്ക് ആ സാറിനെ കിട്ടിയതിനും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ അനു വട്ടത്തറ സാറിന് ഇത്ര ഈ ഞായറാഴ്ചകളിൽ പല പ്രോഗ്രാം ഉണ്ടാവും, എന്നിട്ടും അതെല്ലാം മാറ്റി വെച്ചിട്ട് വന്നു. അതിന് സാറിനോട് നന്ദി പറയാണ്. പിന്നെ ഇതിന് നമ്മൾക്ക് വേണ്ടിയിട്ട് അവസരം ഒരുക്കി തന്ന